സവാള എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഞാൻ സംവാദത്തിന് തയ്യാറാണ്, എപ്പോ വേണമെങ്കിലും സംവാദത്തിന് തയ്യാറാണ്. വളരെ സന്തോഷമല്ലേ, അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അദ്ദേഹം അത് പൂർണ്ണമായ അർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതുവരെ സ്ഥിരത്തില്ലല്ലോ, വരാതിരിക്കില്ല. സംവാദ സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം, അവിടെ എത്തിക്കോളാം, ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകി. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. ശരി, തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാല് ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കല്ലോ പ്രതിപക്ഷം, ഏത് പ്രതിപക്ഷമായാലും. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ, പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. എല്ലാ വികസന കാര്യങ്ങളുടെയും കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ തൊട്ട് ഈ വീടിന്റെ കാര്യം തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സംവാദത്തിന് തയ്യാറാണ്. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നാളെ കാലത്ത് ചേട്ടൻ അവിടെ ഉണ്ടാവും. അതുവഴി വരാതിരിക്കാനാവും. വരാൻ ചേട്ടനെ കാണാൻ. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമടയെ കൊണ്ട് തല വെക്കരുത്. കളിത്തമാശക്ക് അവനവന്റെ പ്രായത്തിലുള്ളത് മതി കേട്ടോ. വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമ പേജിലൂടെയാണ് നിലപാട് അറിയിച്ചത്. അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. നീ STD ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ്, നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മള് ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിനെ ഞാൻ മറുപടി വരുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. അപമാനിക്കുന്നു. ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പൊ 4,43,000 പേർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് വെച്ചു കൊടുത്തു എന്ന് ഞാൻ തെളിയിച്ചപ്പോ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞ 4,000 വീടേ ഉണ്ടായിരുന്നുള്ളതാണ്. അദ്ദേഹം ഒരു എമണ്ടൻ നുണ, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞാൽ നേരെ ചൊവ്വേ മറുപടി കിട്ടും. അപ്പൊ അതിൽ നിന്ന് ഒഴിച്ചു വിടുകയാണ് ഉണ്ടായത്. നുണേശൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട്, നുണേശനാണ് കൂടുതൽ യോജിക്കുന്നത്, നുണറായി ആണ് കൂടുതൽ യോജിക്കുന്നത്, നമുക്ക് നോക്കാം. പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് തോമസ് ഐസക്കിനെ. അന്ന് PD സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്ന് എഴുതിച്ചു. അതല്ല, എനക്കറിയാതൊക്കെ. ഇപ്പൊ ഇനി ചെന്ന ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എഴുതിക്കും. ദയവേത് പോവരുത്. വരട്ടെ, എല്ലാം ഞാൻ നേരിടാൻ പോവാ. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തതിന് പോലീസിനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചു, മെറ്റയെ കൊണ്ട് ആ ഇന്റർവ്യൂ റിമൂവ് ചെയ്യിപ്പിച്ചു മുഖ്യമന്ത്രി. അത്രയും പോണോ മുഖ്യമന്ത്രി? മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അല്ലാതെ ഈ ചന്ദ്രമോഹൻ തകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. ഇപ്പൊ മുഖ്യമന്ത്രി ഞങ്ങളോട് വയനാട്ടിലെ കണക്ക് ചോദിക്കുക, സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ അവിടെ വീടുകളുടെ സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ LDF സർക്കാർ പറഞ്ഞ ആ കാര്യം അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിരിക്കില്ലേ? എന്നെയാണ് വിശ്വാസം. പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? സർക്കാർ ഒരു കൊല്ലം എടുത്തോ സ്ഥലം മേടിക്കാൻ? എടുത്തോ? ഞങ്ങൾക്ക് സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ചു പോയി. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്തു. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അങ്ങനെ തരില്ലാന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അതങ്ങനെ, അത് നിങ്ങൾക്കുള്ള വിവരമാണ്. ഞാനാണല്ലോ മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്, നിങ്ങളല്ലല്ലോ. തീരെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്താ അതിനെ പറ്റി പറയാ? നല്ല ഭാഷയിലാണെങ്കിൽ വസ്തുതാവിരുദ്ധെന്ന് പറയാ അല്ലേ? യഥാർത്ഥത്തില് അത്തരൊരു പ്രശ്നമേ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കുറയ്ക്കട്ടെ, കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല, അത് പട്ടികൾക്കല്ലേ അറിയാവൂ. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. 100 വീട് വെക്കുന്ന ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം തരാതെ ഞങ്ങൾ എങ്ങനെയാണ് 100 വീട് വെക്കുന്നത്? അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. നിങ്ങൾ സർക്കാർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത വീട്ടിലെ ആള് താമസമുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാ ഉദ്ഘാടനം ചെയ്ത്? നൽകിയ ഗ്യാരണ്ടി അത് പ്രാവർത്തികമാക്കുന്നതാണ് LDFന്റെ രീതി. മറ്റവര് എല്ലാം പറയും, ഒന്നും നടപ്പാകില്ല എന്നതാണ്. ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വരുന്ന മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് ആ പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പൈസ ആ ഏരിയ സെക്രട്ടറി MLAയും കൂടി എവിടെ മുക്കിയെന്ന് ആദ്യം അന്വേഷിക്കും. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വന്നാൽ മതി. എല്ലാരും വിളിച്ചു. രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിച്ചാളെ ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CPMന്റെ നേതാവാക്കി ഒരു മന്ത്രി ഇടപെട്ടിട്ട്. അപ്പൊ ഇവര് രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചതിനെ ചോദ്യം ചെയ്തവരെ ആണ് ഇവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കട്ടെടുത്തവരെ പാർട്ടി സംരക്ഷിക്കുകയാണ്.
വളരെ മോശമായി. രക്തസാക്ഷികൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന പോലെയാണ്. CPM ബമ്പർ അടിക്കുന്ന പോലെ അവരുടെ പേരിൽ പൈസ പിരിച്ച് മുക്കലാണ്. ആ പാർട്ടി ഞങ്ങളോട് വയനാട് കണക്കും ചോദിച്ച് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. മതിയാ എന്താ നിർത്തിയ തല്ലണ ഇനി തല്ലണ അവിടെ കുടില് കെട്ടി സമരം തുടങ്ങാണെന്ന് അവിടെ ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടില് കെട്ടി സമരം ചെയ്ത അവിടെ അടിച്ചു ഓടിക്കും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. ഇടതുപക്ഷത്തിന്റെ പരസ്യവാചകം മറ്റാരുണ്ടെന്നാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതൊരു വെല്ലുവിളിയല്ലേ? ജനങ്ങളുടെ വെല്ലുവിളി മറ്റാരുണ്ടാ? അതാണ് ഞങ്ങളല്ലാതെ എന്ന് ചോദിക്കണം. അത് വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്കൊക്കെ മറുപടി അവർ കൊടുത്തോളൂ. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. പഴയ വിജയനായിരുന്നെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ചാൽ. പുതിയ വിജയനായത് ആ ചോദിച്ചവന്റെ ഭാഗ്യം. പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിരിക്കും. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. മുഖ്യമന്ത്രി ഇന്നലെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് വിവാദമായി. അറിയില്ല എന്താ സംഭവം. പോയി തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. എവിടെ നിന്ന് കിട്ടി ഇതിനെ? പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് ചോദിക്കാൻ ഒരു അവകാശമുണ്ട്. അതല്ല, എനക്കറിയാതൊക്കെ. 2 അവസരങ്ങൾ തന്നില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചോ? അത് ചോദിക്കാനാണ് ഡെമോക്രസി. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ? എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ഓൾ ഇന്ത്യ റേഡിയോയോട് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. സത്യത്തിന് നിനക്ക് നല്ല 2 തല്ലിന്റെ കുറവുണ്ട്. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. ഇതാണ് പിണറായി വിജയൻ. യഥാർത്ഥ മുഖം ഇതാണ്. താൻ പറയുന്നതൊക്കെ കേട്ട് എന്ത് വിഡ്ഢിത്തമാണെങ്കിലും അംഗീകരിച്ചങ്ങ് പോയാൽ മതി. ആരും ഒന്നും ചോദിക്കണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. താൻ രാജാവായിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ആരുടെയും ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നതും അഭിമുഖം കൊടുക്കുന്നതുമൊക്കെ നാട്ടുകാരെ പറ്റിക്കാനാണ്. ആ പറ്റിക്കാനുള്ള തിരക്കഥയില്ലാതെ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ കഴിയില്ല. പിണറായിയുടെ തനി നിറം ജനം ഒരിക്കൽ കൂടി ചർച്ചയാക്കുന്നു. മൈക്ക് പ്രവർത്തിക്കാത്തതിലുള്ള ആലോചനവും പലതവണ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൈക്കിനൊരു മൂളിച്ച കേട്ടപ്പോൾ മൈക്കിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മൈക്കിനെ പ്രതി ചേർത്ത രാജാവാണ് പിണറായി വിജയൻ. ഇത് വെറുതെ പോലീസിന് പണിയുണ്ടാക്കാനുള്ള ഏർപ്പാടാണ്. പിറ്റേ ദിവസം പോലീസ് മൈക്ക് സെറ്റുകാരനെതിരെ കേസെടുത്തു. നാണക്കേടായതോടെ കേസ് റദ്ദാക്കി. മൈക്ക് സെറ്റുകാരന് മൈക്ക് തിരികെ നൽകി പോലീസ് തലയൂരി. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ് ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. താൻ പ്രസംഗിച്ചപ്പോൾ മൈക്കിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ആ മൈക്ക് വലിച്ചു പറിച്ചു പൊട്ടിച്ച ആളാണ് പിണറായി വിജയൻ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. നമ്മുടെ സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഈ ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു കാര്യമില്ലേ? ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ വലിയൊരു സഖാത്തി സെൽഫി എടുക്കാൻ വന്നതാ, ഓടിച്ചു വിട്ടു. എന്നിട്ട് സഖാത്തിക്ക് തന്നെ ന്യായീകരിക്കേണ്ടി വന്നു. അയ്യോ കഴിഞ്ഞില്ല, ഇനി കുറേയുണ്ട്. ചിരി മണ്ണ് തപ്പും. പിണറായി പങ്കെടുക്കുന്ന ചടങ്ങിൽ മറ്റാരും സംസാരിക്കുന്നത് കേൾക്കാനുള്ള ക്ഷമ പിണറായിക്കില്ല. അതിന് ഇരയായിട്ടുള്ളത് അവതാരകരാണ്. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അല്ല, അമ്മാതിരി കമന്റ് കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഉദ്ഘാടന വേദിയിൽ പ്രസംഗം തീരും മുമ്പേ അനൗൺസ്മെന്റ് നടത്തിയിൽ ക്ഷോഭിച്ച് മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അടുത്തതായി ഉപഹാര വിതരണമാണ്. ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർമാരായ ശരത് കിഷോർ, ദിജേഷ്, ശ്യാംലാൽ, അതുപോലെ തന്നെ ഇയാള് കുഴപ്പമാക്കോ എന്നിവർക്കുള്ള ഉപഹാരം എന്റെ വാചകം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ല. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്. സംസാരിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്യും. എന്നെ കഷ്ടല്ലേ. ഒരു പ്രത്യേക സ്വഭാവ. ഇങ്ങനെ
അങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. കാട്ടാക്കടയിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പിണറായി വിജയന് തന്റെ പ്രസംഗത്തിനിടയിൽ നാമജപം കേട്ടപ്പോൾ അതൃപ്തിയുണ്ടായി. തൊട്ടടുത്ത് നാമജപം ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. IB സതീഷും ശിവൻകുട്ടിയും ഒക്കെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഇറങ്ങി ഓടി ആ മൈക്ക് ഓഫ് ആക്കേണ്ടി വന്നു. കേട്ടില്ലേ, ഇതാ അവന്റെ ഒരു കളി. ഇതിനിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വന്ന അന്നേ തുടങ്ങി. പ്രസംഗിക്കുന്നതിനിടെ ചെണ്ടമേളം തുടർന്നത് മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കിയിരുന്നു. എന്തായിരുന്നു അന്നത്തെ മേളം? ഇപ്പോൾ എന്റെ സംസാരമല്ല നിങ്ങൾ കേൾക്കുക. ഈ ഡ്രമ്മിന്റെ മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ചു നേരം ഞാൻ നിർത്താം. ആ ഡ്രമ്മിന്റെ മുട്ടൽ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എന്ന് മാത്രം, ഈ കാണിച്ചതിനെ പറ്റി. അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലടോ. സാധാരണ അവതാരകരും സംഘാടകരും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അതീവ ജാഗ്രത പാലിക്കാറുണ്ട്. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഇത്തരം എത്രയോ ധാർഷ്ട്യത്തിന്റെ ഉദാഹരണങ്ങൾ പിണറായി എന്ന ജനത്തിന് പുല്ലുവില കൊടുക്കുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടേതായി നമ്മൾ കണ്ടതാണ്. അതൊന്നും മറച്ചുവെക്കാൻ ഈ PR പുട്ടിയടിക്ക് സാധിക്കില്ല. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. താനേ വെറും പറയാ. PR ഏജൻസി എങ്ങനെ നിങ്ങളോട് പെരുമാറാൻ പറഞ്ഞാലും നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ളത് ചില ഘട്ടങ്ങളിൽ പുറത്തു വന്നു വരും. നികൃഷ്ടജീവി, പരനാറി, ചെറ്റ, കുലം കുത്തി എന്നൊക്കെ വിളിച്ച് രാഷ്ട്രീയ എതിരാളികളെ അധിക്ഷേപിക്കുന്ന പിണറായിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയൂ? വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരെ ജനം വീട്ടിലിരുത്തുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അദ്ദേഹം താമരശ്ശേരി ബിഷപ്പിനെ നീർഷജീവി എന്നാ വിളിച്ചത്, പ്രേമേന്ദ്രനെ പരനാറി എന്നാ വിളിച്ചത്. ഇപ്പൊ G. സുധാകരനെ എന്തൊക്കെ വിളിക്കും? ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്താ? ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഒരു മാന്യതയ്ക്കും ചേരാത്ത നിലയിലുള്ള നിലപാടെടുക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ ഇടയ്ക്ക് നടത്തേണ്ടതായിട്ട് വരും. അതാണ് ആ നിലയിൽ അതിനെ കാണാം. ബെസ്റ്റ്. ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിഘണ്ടുവിൽ കൃത്യമായി പറയുന്നത് ചെറ്റത്തരം, അല്പത്വം. G. സുധാകരനെ അദ്ദേഹത്തിന്റെ സമീപനം ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞത് എന്തോ ഒരു മഹാ അപരാധമായി ഇപ്പൊ കൊട്ടിഘോഷിക്കുകയാണ്. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ പദത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. അതിന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളും എല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരി, വഴി കുത്തിരിക്കാൻ ചെറ്റ എന്ന് വിളിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പം വ്യാഖ്യാനം കൊടുക്കുന്നത്. എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണത് കേരളത്തിലെ പൊതുവേദികൾ. അതെനിക്കറിയാലോ. സാധാരണ പറയുന്നില്ലേ, ചെറ്റത്തരം കാണിച്ചാൽ ചെറ്റത്തരം പറയില്ലേ? അതല്ലേ ഉണ്ടായത്. അതിന്റെ അർത്ഥം അയാളെ ചെറ്റാന്ന് വിളിച്ചു എന്നാണോ? അല്പത്വം നിറഞ്ഞ ഒരു സമീപനമായി പോയി G. സുധാകരൻ്റേത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതൊക്കെ നിലപാടുകളുടെ ഭാഗമായി പറയുന്ന കാര്യമല്ലേ, സ്വാഭാവികമായിട്ട് പറയില്ലേ? അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. കേരളത്തിൽ അങ്ങനെ പറയാത്തൊരു വാചകമാണോ അത്? ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇപ്പൊ CPM വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം. CPM വിട്ടുപോരുന്നവരെ കൊല്ലുന്നതായിരുന്നു CPM-ന്റെ പരിപാടി. 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ ഓർമ്മ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല. എന്തിനാ നിങ്ങളതിന് വേവലാതിപ്പെടുന്നു? അതിന് പിണറായി വിജയന്റെ നാക്ക് വളരെ മോശമായി പോയിരിക്കുന്നു എന്ന് ചിത്രീകരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇന്നാരും വർദ്ധിക്കാൻ നോക്കണ്ട. എന്തായാലും സമാനമായ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതികരണം വൈറലാകുന്നുണ്ട്. UDF-ന്റെ മദ്യനയമനുസരിച്ച് 2 കൊല്ലത്തെ കൂട്ടിക്കഴിഞ്ഞു. അത് കൂട്ടുവോ? ഇതൊക്കെ അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റ അടിക്ക് കൂട്ടാത്തത്. എളിമയുടെയും ലാളിത്യത്തിന്റെയും ഏറ്റവും വലിയ മാതൃകയാണ് ഉമ്മൻചാണ്ടിയെങ്കിൽ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും താൻ പോരുമയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് പിണറായി വിജയൻ. താനാണ് സർവ്വതും, തന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം, ചുറ്റുമുള്ളവരൊക്കെ വെറും കീടങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അധമനായ, നികൃഷ്ടനായ, അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ് പിണറായി വിജയൻ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെറ്റാണ്. ഞങ്ങള് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്താ രക്ഷാപ്രവർത്തനം? ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതാണ് രക്ഷാപ്രവർത്തനം. അല്ലാതെ ചെടിച്ചട്ടി കൊണ്ടും സെക്യൂരിറ്റി ഗാർഡിന്റെ വടി കൊണ്ടും ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കുന്നതല്ല രക്ഷാപ്രവർത്തനം. അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. എന്റെ കർത്താവേ, ഈ നാട്ടിലെ ദ്രോഹികൾക്ക് ഒരു പന്നില്ലല്ലോ, പിന്നെ എന്താ ഈ പരമദ്രോഹി ഇറക്കുമതി?
അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത കുറെ വാക്കുകളുണ്ട്. നികൃഷ്ട ജീവി, പരനാറി, കുലംകുത്തി, ചെറ്റ. ഇപ്പൊ ബാക്കി നേതാക്കന്മാര് ഐസക്കിന്റെ സംഭാവന കോമാളി. നിന്റെ ഫ്രണ്ടും ബെസ്റ്റ് പാർട്ടിയുടെ ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? അത് വളരെ മോശമായി. അദ്ദേഹത്തിനെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു കലാകാരനെ കോമാളി എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ കലാകാരന്മാർ എന്തൊക്കെയാ പാർട്ടിയാ, ആ കലാകാരന്മാരെ തന്നെ ആക്ഷേപിക്കുന്നത് ഇതിലൂടെ. സാംസ്കാരിക പ്രവർത്തകരെ അപമാനിക്കുന്ന തരത്തിൽ സിനിമയിൽ ഹാസ്യവേഷം ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു നടനെ, ഒരു കലാകാരനെ, ഒരു സാംസ്കാരിക പ്രവർത്തകനെ കോമാളി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. എന്ത് കാര്യത്തിലാണത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ആദ്യമായിട്ടാണോ കേരളത്തിലെ സിനിമാ നടന്മാർ മത്സരിക്കുന്നത്? അല്ല, ഈ CPM-കാരും നിർത്തിയിട്ടുണ്ടല്ലോ കലാകാരന്മാരാ. ഇന്നസെന്റ് ഏട്ടൻ, മുകേഷ്, സുധീർ കരമന. അപ്പൊ ഇവര് നിർത്തുമ്പോഴൊന്നും ഇത് ബാധകമല്ലേ? ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ കുറിച്ചൊന്നും മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ വിമർശനം രാഷ്ട്രീയമാണ്. ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്. ഇവരുടെ നാവിൽ നിന്ന് പെയ്തു വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് ശുചീകരിക്കാൻ ഒരു സാംസ്കാരിക ഹരിതകർമ്മസേന ഉണ്ടാക്കേണ്ടി വരും. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോൾ നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. സ്വയം കണ്ണാടി നോക്കിയാൽ മതി പിണറായി വിജയൻ. അപ്പോഴാണ് PT കുഞ്ഞു മുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി. എന്താ ഉറക്കം വരുന്നു? പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ 2 കൊല്ലം MLA-ക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. തിരിഞ്ഞു നോക്കുമ്പോ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. എന്നിട്ട് ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാലും ചെയ്യേണ്ടതല്ല. അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനാ ഞങ്ങൾ ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. അതാണ് കാര്യം. എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? 2013 ഗണേഷ് കുമാർ മന്ത്രിയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. അപ്പൊ അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞു ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. പറഞ്ഞിട്ടില്ല. ഗണേശന്റെ രാജി എഴുതി വാങ്ങി ഉമ്മൻചാണ്ടി. ഇപ്പൊ അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നം ഗണേശന്റെ ഉണ്ടായി. അപ്പൊ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രാജിവെക്കേണ്ട ആവശ്യമില്ല, കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നു. ഇതാണ് ഇരട്ടത്താപ്പ്. ഇരട്ട ചങ്കൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഇരട്ട താപ്പൻ എന്ന് വിളിക്കുന്നതാണ്. ആ 2013 ഈ 2026 കൂടി ഒന്ന് കൂട്ടിവെച്ചിട്ട് ഒന്ന് കണ്ണാടി നോക്ക്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്. വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം. ഇതിത്തിരി കടന്ന കൈ ആയിപ്പോയി. വൃത്തികേട് കാണിക്കുന്ന തോന്നിയാസം കാണിക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ സ്വർണം കക്കുന്നവരോടൊപ്പമാണ്. നിങ്ങളെ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എന്റെ മറുപടി പിണറായി വിജയനാണ്. ഇയാൾക്ക് വേറെ എന്തോ സൂക്കേടാണ് കേട്ടോ. ഇനി അത് ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചെന്നു. കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. എന്റെ ഈശ്വര, എന്റെ വായന എന്തിനാ ഇങ്ങനെ ഒരു ഐഡിയ തള്ളിവിട്ടത്? നീ ഒരു തരം പുഴുങ്ങിയ ചിരിയിരിക്കരുത്. ഇതൊക്കെ ഒരു ഹ്യൂമർ സെൻസിൽ എടുക്കണ്ടേ? പിന്നെ വേറെ ഒരു വാർത്ത വന്നത്. വാർത്ത എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് P. രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു
ഒരു വ്യവസായി വന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. വ്യവസായിക്കും പേരും അഡ്രസ്സും ഒന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. മുഖ്യമന്ത്രി വിചാരിച്ചു വളരെ നിസ്സാരതയുള്ള പൈസ മുടക്കാൻ വേണ്ടി വന്നതെന്ന് വിചാരിച്ചു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടിട്ട് വെച്ച് എന്താണ് കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? ഇത് കേട്ടപ്പോ ഞാൻ ഇയാളെ അന്വേഷിച്ചു ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ അതിന്റെ പ്രത്തവാട്ടില്. തമാശക്കൊക്കെ പഴയ താണ നിലവാരം തന്നെ, ഒരു പുരോഗമനവും ഇല്ലല്ലേ? എന്റെ സ്റ്റാൻഡിന് ഇതൊക്കെ മതിയേ. അങ്ങനെ ഇല്ലാത്ത കഥകള്, അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. നിങ്ങളൊക്കെ കേട്ട് കാണും. മെസ്സി വരും കേട്ടോ. ഭയങ്കര ബിസിയല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ചാന്ത് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അപ്പോ മെസ്സി ആന്ധ്രാപ്രദേശിൽ വന്ന് ബോംബെയിൽ വന്ന് ഡൽഹി വന്നു. മേഴ്സി കപ്പും കൊണ്ടേ പോകും. അതാര്? മേഴ്സി കപ്പും കൊണ്ടേ പോകും. അല്ല, നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ഇന്നിപ്പോ പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. അത് 8ഉം സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പസ്വാമിയുടെ സ്വർണം കെട്ട യോമാരി എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കുമെന്ന് ചേർന്ന് തോന്നുന്നുണ്ട. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും ഡൽഹിയല്ലാതെ. എന്താ കളിയാക്കുന്നു? നിന്നെ കാണിച്ചു തരാം. അപ്പൊ എന്തൊരു പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി. അപ്പൊ അത് കണ്ട് സഹാക്കക്ക് കുരുപെട്ടാൻ തുടങ്ങി. എന്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്ററിലേക്ക് ഇട്ടിട്ട് ഇന്റു മാർക്ക് ഇട്ടേക്കണം. ഇവന്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എന്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ. ഇതൊക്കെ എന്ത്? ഒന്നും കൂടി പറയാം. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. എന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവര്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. ഒരു പയ്യനും പിന്നെ ഒരു വ്യവസായി മുഖ്യമന്ത്രി പറഞ്ഞതാണ്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. അവനെ ഊളംപാറയെ കൊണ്ടുവരുന്നാണ് ഞാൻ പറഞ്ഞത്. ഊളംപാറ എന്നൊരു ഹോസ്പിറ്റലും ഇല്ല, ഈ 2 കുട്ടികളും ഇല്ല. 2 പേരുടെ അഡ്രസ് പറയണം. ഒന്നൊരു വ്യവസായി, മറ്റൊന്നൊരു പയ്യൻ. മുഖ്യമന്ത്രി ആ 2 പേരുടെ അഡ്രസ് ഒന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞേക്കാം. മനുഷ്യൻ ഇത്രക്ക് ചീപ്പാവരുത്. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രക്ക് ചീപ്പാവാൻ പാടില്ല. സ്വർണ്ണ പണിക്കാരുടെ ചോദിച്ചറിയാം. പൊട്ടാസ്യം സയനൈഡ് വെച്ചിട്ടാണ് നല്ല സ്വർണം വേർതിരിക്കുന്നത്. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ സ്വർണ്ണം ഉള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടുവരുത്ത അവനത് വേർതിരിച്ചിട്ടിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവര് തോപ്പിച്ചു പറഞ്ഞേക്കത്. വലിയ ശല്യായില്ല എന്റെ ഈശ്വര. ഇത് ചൊറിയൻ ചേമ്പ് തിന്നിട്ടുണ്ടെന്ന് തോന്നണേ. അതാ ഈ വായിൽ ഈ ചൊറിച്ചില്. കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അല്ലാണ്ടല്ല, അഭിമാനത്തോട് തന്നെ പറയാം. എല്ലാം നിനക്ക് വേണ്ടിയാ. അയ്യോ, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ അങ്ങ് ത്യാഗം ചെയ്യല്ലേ മണികണ്ട. എന്റെ ബ്ലഡിലേ ഉള്ളതാണ് ആ ത്യാഗം. സർക്കാർ ഖജനാവിൽ നിന്ന് രാഷ്ട്രീയ പ്രചരണം നടത്തിയല്ലേ. കഴിഞ്ഞ 6 മാസമായി ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. എല്ലാ പരസ്യങ്ങളും ഒരു ഗവൺമെന്റും കേരളത്തിൽ ചെയ്യാത്ത രീതിയിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെങ്കിൽ ഞാൻ മോഹൻലാലും അദ്ദേഹവും നടത്തിയ ആ സംഭാഷണത്തെ വിമർശിച്ചില്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനുമായി ചർച്ച ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ചെലവിൽ വേണ്ട, നാട്ടുകാരുടെ ചെലവില് അത് ചെയ്തിട്ട് വളരെ മോശമായിപ്പോയി. അത് ഈ സമിതി നടക്കത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വലിയ കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും സതീശന്റെ നുണക്ക് മറുപടി പറയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. നോണ ഞാൻ പറഞ്ഞു എന്ന് ഗോവിന്ദൻ പറയാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരുണ്ടായ സംഭവത്തില് വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി തിരിച്ചു, കൈ പിടിച്ചു വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആളാ എം വി ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ്. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി ഞെരിച്ച് അവിടെ ഒരു പുറയിലേക്കാണ് അവരുടെ പെടലി തിരിഞ്ഞിരിക്കുന്നത്. കൈ പിടിച്ച് ഒടിച്ചു എന്ന് നിങ്ങളോടല്ലേ വന്ന് പറഞ്ഞത്. ഇതിനേക്കാളും വലിയ കള്ള കേരളത്തിലെ അടുത്ത കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? ഈ സാധനമാണ് നോബൽ സമ്മാനത്തിന് അയക്കേണ്ടത്. ഈ കഴുത്ത് പിടിച്ച് ധരിച്ച സാധനം
അദ്ദേഹത്തിന് കിട്ടൂല, വേറെ ആർക്കും കിട്ടില്ല, അത് ഉറപ്പാ. ഇത്തവണ LDF അധികാരത്തിലേക്ക് എത്തിയാലും പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകണം. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളം ഒരു ലീഡർഷിപ്പിനെ അനുഭവിച്ചറിഞ്ഞ സംസ്ഥാനമാണ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ആളുകൾ പോലും അദ്ദേഹത്തിലെ നേതൃഗുണം അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം സ്റ്റേറ്റിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. തോൽക്കാൻ മനസ്സില്ലെന്ന ഒരു സംസ്ഥാനത്തിന്റെ, ഒരു ജനതയുടെ പ്രഖ്യാപനമാണ് ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ. അടുത്ത പ്രാവശ്യം 3ാം പിണറായി ഗവൺമെന്റ് വരും. ഈ കോബ്രാസിന് സ്വയം പൊങ്ങച്ചം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കും.